ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സാധാരണ ഓണത്തിനും വിഷുവിനൊക്കെയാണ് പടക്കം പൊട്ടാറുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഓണത്തിന് 2 ആഴ്ച മുമ്പ് തന്നെ പടക്കം നിരത്തി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഏതാണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം 200 ചില്ലാനം പേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ടിൽ മുട്ടിയ ആൾക്കാരുടെ പേര് പുറത്തുവിടുന്നതിനേക്കാളും നല്ലത് മുട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തുവിടുന്നതായിരിക്കും. അതാകുമ്പോൾ ഒരേ A4 ഷീറ്റിൽ പരിപാടി തീരും. അവിടെ നിന്ന് കുറെ സ്ത്രീകളെങ്കിലും പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട്, WCC രൂപീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ മടങ്ങി വരണം എന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ? ശ്വേത ആഗ്രഹിച്ചാലില്ലെങ്കിലും അമ്മയിലെ മെമ്പേഴ്സിനെ ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ചിട്ട് സംഘടന തന്നെ പിരിച്ചുവിടാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ WCC പിന്നെ തിരിച്ചു വരുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അമ്മ സംഘടനയിൽ അവസാനം രാജിവെച്ച് പോകുന്ന ആൾ ആ ലൈറ്റും ഫാനൊക്കെ ഓഫാക്കിയിട്ട് വേണം പോകാൻ. കറണ്ട് ബില്ലൊക്കെ ഇപ്പോൾ ഡബിളാണ്. അപ്പോൾ ഇനി എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത്? കാരണം 2 മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു. ശ്വേത ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇനി വരാനിരിക്കുന്ന കമ്മിറ്റിക്ക് മുമ്പിൽ വരുത്താനുള്ള മാറ്റങ്ങളെക്കുറിച്ച് എനിക്ക് 2 നിർദ്ദേശം വെക്കാനുണ്ട്. എല്ലാ സിനിമാ ലൊക്കേഷനിലും ഈ നടിമാർ താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് ഒരു കോളിംഗ് ബെല്ല് വെക്കാനുള്ള ഫണ്ട് അടിയന്തരമായിട്ട് പാസ്സാക്കാം. അതാകുമ്പോൾ ഈ ഡോറുമ വന്നിട്ട് മുട്ടുന്നെന്നുള്ള പരാതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മൃഗങ്ങളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള വാർണിംഗ് മെസ്സേജ് കാണാറില്ലേ? അതുപോലെ ഇനി അടുത്ത വർഷത്തിലൊക്കെ ഇറങ്ങാൻ പോകുന്ന സിനിമകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒരു നടിയെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വാർണിംഗ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പോയവർ മടങ്ങി വരണമെന്ന അഭിപ്രായമുണ്ടോ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേ. നോക്കൂ, അതൊക്കെ എനിക്കറിയില്ല. അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. തറവാടല്ലേ തൽക്കാലം ഇത്രയും മതി. തറവാട്ടിൽ ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു, ഓർമ്മയുണ്ടോ? മാമിനോട് ഞാൻ ഈ ഇന്റർവ്യൂല് വന്നത്, ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത്, യുനോ. സോ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത്. ബിക്കോസ് പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ ചാനലുകാരുടെ മെയിൻ പരിപാടി ഇതാണ്. ഏതെങ്കിലും ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ച് അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്ക് വീണ് കിട്ടും. ആ വാക്ക് വീണ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരൊക്കെ ചാനലിൽ ഇവർ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഹണി റോസ് ഒരു ഫംഗ്ഷന് വരുന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിലേക്ക് ക്യാമറ സൂം ചെയ്തിട്ട് അത് തംബ്നെയിലാക്കി കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നവരാണ് ഈ ഓൺലൈൻ മീഡിയാസ്. അതുപോലെ തന്നെ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ പണിയും കളഞ്ഞിട്ട് തലേ ദിവസം തന്നെ അവിടെ ടെൻ്റ് അടിച്ച് നിൽക്കുന്നവരാണ് അവിടുത്തെ നാട്ടുകാർ. ഇവരാണ് എന്നിട്ട് ഇപ്പോൾ സിനിമാക്കാർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെയൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് അവരുടെ TRP റേറ്റിങ്ങിൽ മാത്രമാണ്. ഈ ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് ഈ മീഡിയ മേഖലയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവരൊക്കെ തലയിൽ മുണ്ടിട്ടിട്ട് ഓടേണ്ടി വരും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ